കൽപ്പറ്റ സീറ്റിൽ കണ്ണുവച്ച മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെടാമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ലഭിച്ച വലിയ മേൽക്കൈയാണ് അവകാശവാദത്തിന് പിന്നിൽ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഫൈസൽ, ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ആണ് അവിടുത്തെ MLA, കോൺഗ്രസ് ടി സിദ്ദീഖിന്റെ മണ്ഡലമാണ് അത്. അവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആ സീറ്റ് ആവശ്യപ്പെടാൻ ലീഗ് ഒരുങ്ങുന്നത്? അനീഷ, മുസ്ലിം ലീഗ് ഇപ്പോൾ ഇങ്ങനെയൊരു ആവശ്യമായി മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ UDFന് വലിയ വിജയമാണുണ്ടായത്. അതിൽ ലീഗിന്റെ ഒരു കണക്ക് പ്രത്യേകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 99 സീറ്റിലാണ് 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചത്. ഇത് 82 സീറ്റുകളിലും വിജയിക്കാൻ മുസ്ലിം ലീഗിന് ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഒരു വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ 10 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ 8 ഗ്രാമപഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. ഈ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 7 ഗ്രാമപഞ്ചായത്തുകളിലും മുസ്ലിം ലീഗാണ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഘടകം. അതുമാത്രമല്ല, അതിനു പുറമെ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തും മുസ്ലിം ലീഗ് പ്രസിഡന്റാണ്. അപ്പോൾ ഏത് മേഖല എടുത്തു നോക്കിയാലും UDFന്റെ ഒരു ശക്തി കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു ശക്തി വോട്ടായി മുസ്ലിം ലീഗ് മാറുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കുള്ളത്. ഇത് തന്നെയാണ് ഈ കൽപ്പറ്റ നിയോജക മണ്ഡലം ആവശ്യപ്പെടാൻ ലീഗ് ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFൽ നടക്കുന്ന മുന്നണി ചർച്ചയിൽ, സീറ്റ് വിഭജന ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം കൂടി ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഈ RJD UDFന്റെ ഭാഗമായിരുന്ന സമയത്ത് വലിയൊരു വോട്ട് ഷെയർ ഇല്ലാതിരുന്നിട്ട് പോലും ഈ കോൺഗ്രസിന്റെ സീറ്റ് ഈ RJDക്ക് വിട്ടുകൊടുത്തതാണ് കൽപ്പറ്റ. ആ സമയത്ത് അവിടെ മത്സരിച്ച RJD സ്ഥാനാർത്ഥി തോൽക്കുകയും CPM കൽപ്പറ്റ മണ്ഡലത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഈ RJD വീണ്ടും CPMലേക്ക് LDFന്റെ ഭാഗമാകുന്നു. അതിനുശേഷം കൽപ്പറ്റ മണ്ഡലം വീണ്ടും കോൺഗ്രസ് മത്സരിക്കുന്നു. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ മത്സരിക്കാനെത്തുന്നു. CPMൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് വലിയൊരു ഭൂരിപക്ഷത്തിൽ ടി സിദ്ദിഖ് കൽപ്പറ്റ മണ്ഡലത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആകെ കണക്കെടുത്തു കഴിഞ്ഞാൽ മുഴുവനായിക്കൊണ്ടും, അല്ലെങ്കിൽ ഇത്രത്തോളം UDFന് ശക്തി കേന്ദ്രമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ലീഗിന് വലിയൊരു വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളൊരു അവകാശവാദം ലീഗ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് മുന്നിൽ കൈവച്ചുകൊണ്ട് ലീഗ് കൃത്യമായിക്കൊണ്ട് തന്നെ പറയുകയാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൽപ്പറ്റ മണ്ഡലം ലീഗിന് ചോദിക്കാമെന്നുള്ള വിവരം, അല്ലെങ്കിൽ ലീഗിന് ചോദിക്കാമെന്നുള്ള അവകാശം ഉന്നയിക്കാൻ ലീഗ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയം കൃത്യമായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസിനകത്ത് പോലും അതിർത്തി ഉണ്ടാകാൻ ഒരു സാധ്യത ഏറെയാണ്. കാരണം നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആണ്. ഇനി കോൺഗ്രസിന് തന്നെ ഈ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ടി സിദ്ദിഖ് തന്നെയായിരിക്കും കൽപ്പറ്റ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് ഏകദേശം എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഉറപ്പുള്ള ഒരു പ്രദേശത്ത് ലീഗ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് എത്തരത്തിൽ UDFന്റെ മുന്നണി ചർച്ചകളെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അനീഷ, ഏതായാലും ഇത്തവണയും സീറ്റ് കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതിനിടയിലാണ് കൽപ്പറ്റ മണ്ഡലത്തിലേക്ക് കൂടി മുസ്ലിം ലീഗ് കണ്ണുവെക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഫൈസൽ നെടുമ്പാലയാണ്.